ഈ വെറുതെ പോണവരെയും വരണവരെയൊക്കെ പിടിച്ചു നിർത്തി ഉപദേശം കൊടുക്കുന്ന ഫ്രീ ഉപദേശികളായ മനസ്സിൽ നന്മ മാത്രം കെട്ടിക്കിടന്ന് പെറ്റിപ്പെരുക്കി കൂത്താടികളെ ഉണ്ടാക്കി അത് മുന്തിയിനം കൊതുകുകളായി വളർന്ന് അതിൻ്റെ കൊമ്പ് കൊണ്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന ചില മനുഷ്യരോടാണ് എനിക്കിന്ന് രണ്ട് വർത്തമാനം പറയാനുള്ളത്. നിങ്ങൾ ഈ കൊടുക്കുന്ന ഉപദേശത്തിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ തലതെറിച്ച പിള്ളേരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ. ഞാനും പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെയും കുറ്റം പറയാൻ പറ്റൂല. നിങ്ങൾ എന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടത് തൈക്കാട് ആശുപത്രി അമ്മ പ്രസവിച്ച് കിടന്നപ്പോൾ. അത് കഴിഞ്ഞ് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾ ലൈഫിൽ പലപ്പോഴായിട്ട് പഠിച്ച പാട്ടൊക്കെ എനിക്ക് പാടുത്തുന്ന എൻ്റെ സിലബസ് വേറെയില്ലേ? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരുപോലെ സമൂഹത്തിൽ ചിന്തിക്കുന്ന എല്ലാവരോടും ചേർന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഉപദേശം വേണ്ടവർ നിങ്ങളുടെ അടുത്ത് വരും, അപ്പം മാത്രം വാർന്നാൽ മതി. അല്ലാതാണ്ട് എന്നെപ്പോലെ നിങ്ങളൊക്കെ ഏഴയിലൊക്കത്തുനിന്ന് കാണുമ്പോഴേ ഇനിയിപ്പോൾ ഇവൻ്റെയൊക്കെ വായിരിക്കണം കേൾക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന ഞാനൊന്നും നിങ്ങളുടെ നിന്ന് ഒരു വരി ഉപദേശം പോലെ അർഹിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാക്കയാണെന്ന് വിചാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചില കുയിലുകൾ പറ്റിക്കുന്ന ഒഴിച്ചു നിർത്തിയാൽ എല്ലാ വർഷവും കർക്കിടകം 1-ാം തീയതി വർക്കല ബീച്ച് വരെ ഒരു ഫാമിലി ട്രിപ്പും ഹരിതകർമ്മസേനയുടെയും അപ്പുറത്തെപ്പോഴും മീൻ വാങ്ങുന്ന ചേച്ചിയുടെയൊക്കെ സ്നേഹം കൊണ്ട് എക്സ്ട്രാ മീൽസൊക്കെ കഴിച്ചു പോകുന്നൊരു സമൃദ്ധമായ ജീവിതമാണ് എൻ്റെത്. ആ സന്തോഷവതിയായ എന്നോട് വന്നിട്ട് ഈ ട്രംപിൻ്റെ പുത്തൻ സാമ്പത്തിക നയങ്ങളും പിന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും പറ്റിയ പിഴവിന് മാപ്പ് പറഞ്ഞൊരു പാവം മനുഷ്യനെയും വനംവകുപ്പിനെയും കൂടെ ഫ്രണ്ട് നിർത്തിയിട്ട് പിഴവുകൾ മാത്രം കയ്യിലിരിപ്പായിട്ടുള്ള ചിലരെല്ലാം കൂടെ ചേർന്ന് ആർക്കെങ്കിലും വല്ല പിഴവുണ്ടോ നോക്കി കമൻറ്റ് ബോക്സ് തോറും ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ മാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്ന ഡെമോക്രസിയുടെ നട്ടലുകളില്ലേ, അവരുടെ കണ്ണിൽ ഈ പൊടിവാരി വിതറുന്നതൊക്കെ കണ്ടിട്ട് നീ ടെൻഷൻ അടിച്ച് മുട്ടയിടാതിരിക്കുകയാണോ? ഇങ്ങനെ സില്ലി ആയാലോ? നമ്മുടെ ജീവിതം ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കുകയല്ലേ? നീ ഒരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ABC ജ്യൂസ് കുടിക്കുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നാൽപ്പാമരാതി എണ്ണ തേച്ച് കുളിക്കുക. നിൻ്റെ ഈ നിറം മാറിയാൽ തന്നെ, ഈ പന്ന കളർ മാറിയാൽ തന്നെ നിനക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. ആ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ നോക്ക്, ഡിസ്കസ്റ്റിംഗ് ആണത്. അങ്ങനെയൊക്കെ ഒരു കാക്കയോട് പറയാൻ നിന്നാൽ എങ്ങനെ ഇരിക്കും? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചങ്കും മത്തങ്ങ അറിയാതെ നിങ്ങൾ ഈ ഉപദേശിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എല്ലാവരും സിലബസ് വേറെയാണ്.